എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ ശങ്കരാചാര്യ ജയന്തിയോടനുബന്ധിച്ച് ശങ്കരാചാര്യരുടെ ഒരു കൃതിയായ മാതൃപഞ്ചകം എന്ന 5 വരി ശ്ലോകത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാനായി ആഗ്രഹിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അമ്മ ശങ്കരാചാര്യ സ്വാമികൾക്ക് സന്യാസം സ്വീകരിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ അമ്മയുടെ അനുവാദവും ആശീർവാദവും ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സന്യാസം സ്വീകരിക്കാനായി അദ്ദേഹത്തിന്റെ 8ാമത്തെ വയസ്സിൽ ഗൃഹം വിട്ട് ഇറങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുക്കുന്നു. അമ്മ എപ്പോഴെന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ നിമിഷം അമ്മ എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, ഞാൻ അമ്മയെ മുമ്പിൽ എത്തിക്കൊള്ളാം. അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത ശേഷം അദ്ദേഹം ഉത്തര ഭാരതത്തിലെയും ദക്ഷിണ ഭാരതത്തിലെയും എല്ലാ പുണ്യക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് ഭാരത പര്യടനം നടത്തി അനേകം മഠങ്ങൾ സ്ഥാപിച്ച് സർവജ്ഞപീഠം കയറി അനേകം ശിഷ്യപരമ്പരകളുണ്ടാക്കി. എന്നിട്ട് ആ ശിഷ്യപരമ്പരകൾക്കെല്ലാം തന്റെ കൃതികൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹം തേടിയെടുത്ത ഗുരുവിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടുകയും അതിനുശേഷം ആ ഗുരു പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം ബദരിയാശ്രമത്തിൽ പോവുകയും അവിടെ വെച്ച് പ്രസ്ഥാനത്രയങ്ങളായിട്ടുള്ള ഭഗവത്ഗീതയ്ക്കും വേദോപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ദശോപനിഷത്തുകൾക്കുമൊക്കെ വ്യാഖ്യാനവും ഭാഷയുണ്ടായി. പിന്നെ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒട്ടനവധി കൃതികൾ ഭജഗോവിന്ദം, സൗന്ദര്യലഹരി, ആത്മബോധം, വിവേകചൂഡാമണി, ഒട്ടനവധി സ്തോത്രങ്ങളും കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിന് വേദവ്യാസ മഹർഷി രചിച്ചിട്ടുള്ള വ്യാഖ്യാനത്തിന്റെ ഭാഷയുണ്ട്. അങ്ങനെ ജഗദ്ഗുരുവായ മഹാമുനിയായ ആ ശ്രീ ശങ്കരാചാര്യ ഭഗവത് പാദർക്ക് ഒരിക്കൽ ഒരു ഉൾവിളി ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മ മരണശയ്യയിൽ കിടക്കുന്നു. ആ അമ്മ മനസ്സിൽ തന്നെ സ്മരിച്ചിരിക്കുന്നു. സന്യാസത്തിന്റെ ഗൃഹം വിട്ട് അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. അമ്മ എന്നെ എപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ നിമിഷം അമ്മ എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ യോഗമായി കൊണ്ടും യോഗശക്തി കൊണ്ടും യോഗവൈഭവം കൊണ്ടും ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അമ്മയുടെ മുന്നിൽ എത്തുകയാണ്. മാതൃഭക്തനായ യോഗവൈദ്യനായ ജഗദ്ഗുരുവായ ആ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സാക്ഷാൽ ശങ്കരന്റെ തന്നെ ഒരു അംശമാണ്. അമ്മയെ കണ്ട മാത്രമേ അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി കരയാതെ ആ അമ്മയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം വിഷ്ണുവിനെയും ശിവനെയും സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഹരനെയും ഹരിയെയും സ്തുതിച്ചുകൊണ്ട് ആ അമ്മയുടെ കണ്ണുകളിൽ പ്രസന്നരാക്കുകയാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ. അങ്ങനെ ആ ശങ്കരനെയും ഭഗവത് നാരായണനെയും ദർശിച്ചുകൊണ്ട് ആ അമ്മ വിഷ്ണുപാദം അങ്ങനെ അമ്മയ്ക്ക് മുക്തി നേടി കൊടുക്കുകയാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ. ആ ജീവനിട്ട ജലത്തിന്റെ എല്ലാവിധ സംസ്കാര കർമ്മങ്ങളും ക്രിയകളും എല്ലാം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അമ്മയെക്കുറിച്ച് സ്മരിക്കുകയാണ്. അമ്മയുടെ സ്നേഹത്തെ പറ്റി, അമ്മയുടെ മാഹാത്മ്യത്തെ പറ്റി. അങ്ങനെ അദ്ദേഹം രചിച്ച 5 വരി ശ്ലോകങ്ങളുള്ള ഒരു കൃതിയാണ് മാതൃപഞ്ചകം. ഇതിൽ ഗർഭകാലത്ത് ആ അമ്മ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചിയില്ലാതെ വിഷമിച്ച് ഛർദ്ദിച്ച് അനുഭവിച്ച അമ്മ അനുഭവിച്ച ക്ലേശങ്ങൾ, അതുപോലെ ജനിച്ച് ശേഷം 1 വർഷക്കാലം മലമൂത്രങ്ങളിൽ മലിനമാക്കപ്പെട്ട ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് അമ്മ അനുഭവിച്ച ക്ലേശങ്ങൾ, ഉറക്കം ഒഴിച്ചിട്ടുള്ള ഒരുപാട് രാത്രികൾ,
ഉറക്കമൊഴിച്ചുള്ള പരിചരണങ്ങൾ, പട്ടിണി കിടന്നിട്ടാണെങ്കിലും ആ മകനെ ശുശ്രൂഷിക്കുന്ന അമ്മ, അങ്ങനെ ഒട്ടനവധി ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ അമ്മയുടെ കടം ഏത് മകനാണ് തീർക്കാൻ കഴിയുക എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ്. അതിന് പകരമായി മകൻ എത്ര തന്നെ വലിയവനായാലും ആ അമ്മയോടുള്ള കടം തീർക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് പകരമായി ഒരു മകനും എന്ത് ചെയ്താലും ഒന്നും അതിന് പകരമാവില്ല എന്ന് തന്നെ ശങ്കരാചാര്യ സ്വാമികൾ വീണ്ടും വീണ്ടും പറയുന്നു. ഈ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് ഒന്ന് നമസ്കരിക്കാൻ മാത്രമേ അമ്മയെ കഴിയുന്നുള്ളൂ. ഒരു സന്യാസി ആയതുകാരണം ഒരു ശ്രാദ്ധം കൂട്ടാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ, എന്നോട് കൊടുക്കേണ്ടവേ അമ്മേ എന്ന് പറഞ്ഞ് ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ ലഭിക്കുകയാണ്. കുട്ടിയായിരിക്കുന്ന സമയത്ത് തേനല്ലേ, പാലല്ലേ, രാജാവല്ലേ, എന്റെ കണ്ണനല്ലേ എന്നെല്ലാം പറഞ്ഞ് അമ്മ എന്നെ അടുക്കുമായിരുന്നു. ദീർഘായുസായിട്ടിരിക്കണേ എന്നും അമ്മ അനുഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഇപ്പോഴോ ആ അമ്മയുടെ വായിൽ ഉണക്കലിൽ ഇടാൻ മാത്രമേ അമ്മ എനിക്ക് സാധിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിലപിക്കുകയാണ്. ഗർഭാവസ്ഥയിൽ പ്രസവവേളയിൽ കണ്ണ, അച്ഛ, അമ്മേ, നാരായണ എന്നുള്ള നാമങ്ങൾ ചൊല്ലി അമ്മ വേദനിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മേ, ഈ അമ്മയ്ക്ക് എല്ലാം ത്യജിച്ചിട്ടുള്ള ഒരു സന്യാസിയായ ബ്രഹ്മം തന്നെയായിട്ടുള്ള സന്യാസിക്ക് പോലും അമ്മ എന്ന രണ്ടക്ഷരത്തിന് മുന്നിൽ തലകുനിക്കേണ്ടതായി വരുന്നു. കാരണം അമ്മ എന്ന ആ രണ്ടക്ഷരത്തിന് ദൈവികമായ ഭാവം തുളുമ്പി നിൽക്കുന്നതാണ്. ഈ ഇത്രയും ദൈവികതയുള്ള ആ അമ്മയോട് ഏത് മകനാണ് കണ്ടിരിക്കാൻ സാധിക്കുക? നമുക്ക് അമ്മയുടെ മുമ്പിൽ തൊടുക മാത്രമല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മളെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ലേശങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഒരമ്മ നമ്മളെ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുക, അറിയുക. വിനയാനും ആ ഭാവം നമ്മൾ വിനയാനും അമ്മയുടെ മുമ്പിൽ നമ്മളെ വിനയാനില്ല. വിനയാനെതിരായ മക്കളിൽ അമ്മ പോലും അറിയാതെ അമ്മയുടെ അനുഗ്രഹം ചുരുങ്ങുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് മാത്രമേ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുക, മനസ്സിലാക്കുക. ഇത്രയും നേരം എൻ്റെ ഈ എളിയ വിവരണം കേട്ടിരുന്ന ഇവിടെ എല്ലാവർക്കും എൻ്റെ നന്ദി.